أعوذ بالمسيح من الشيطان الرجيم. بسم الله بالكلمة الروح الواحد الواحد الإله الأوحد. في البدء كان الكلمة والكلمة كان عند الله وكان الكلمة الله. هذا كان في البدء عند الله. كل شيء به كان وبغيره لم يكن شيء مما كان. فيه كانت الحياة والحياة كانت نور الناس. والنور يضيء في الظلمة والظلمة لم تدركه. كان إنسان مرسل من الله اسمه يوحنا. هذا جاء ليشهد للنور لكي يؤمن الكل بواسطته. لم يكن هو النور وليشهد للنور. كان النور الحقيقي الذي ينير كل إنسان آتيا إلى العالم. كان في العالم وكون العالم به ولم يعرفه العالم. إلى خاصته جاء وخاصته لم تقبل. അബ്ദുൽ ഖാലിദ് യു.പിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് താൻ വായിച്ചത്. ഈ മീറ്റിംഗ് തുടർന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടി ബ്രദർ ഇവാഞ്ചലിസ്റ്റ് വർഗീസ് എം സാമുവൽ അവരുകളെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിശേഷാൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ പ്രത്യേക മീറ്റിങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ടൗൺ ഹാളിൽ വെച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ വലിയവനായ ദൈവം അവസരമൊരുക്കി തന്നതിൽ കർത്താവിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നടക്കാൻ പോകുന്ന ഈ മീറ്റിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 1-2 വാക്കുകളിലാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. പോസ്റ്റർ നോട്ടീസും ബാനറും ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ ഒരു സാധാരണ സുവിശേഷ യോഗത്തിൽ നിന്ന്
വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ ചിന്താഗതികളിൽ നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ഉണ്ടായി കാണും. അതുകൊണ്ട് എന്തിന് ഇങ്ങനൊരു യോഗം, ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത്യാദി ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. അതിന് ഒന്ന് രണ്ട് വാക്കുകളിൽ ഞാൻ മറുപടി പറയുകയാണ്. ഇസ്ലാമിക വിശ്വാസ സംബന്ധമായും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങൾ സംബന്ധമായും ഇതുമായി ബന്ധപ്പെടാനുള്ള അവസരം എനിക്കുണ്ടായത് ഇന്നേക്കൊരു 9 വർഷങ്ങൾക്ക് മുൻപാണ്. അത് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടനയുടെ ഡയറക്ടർ ആയിരിക്കുന്ന മിസ്റ്റർ MM അക്ബറും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും വ്യത്യസ്തമായ തലക്കെട്ടുകളിൽ നമ്മുടെ വിശേഷിച്ച ഈ എറണാകുളം ജില്ലയുടെ പ്രധാന പട്ടണങ്ങളെല്ലാം നടത്തിയ വലിയ മീറ്റിങ്ങുകൾ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രൈസ്തവത, ഹൈന്ദവത, ഇസ്ലാം, മോക്ഷത്തിൻ്റെ മാർഗം ബൈബിളിലും ഖുറാനിലും ആദിയായ തലക്കെട്ടുകളോടുകൂടി വലിയ യോഗങ്ങൾ അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം MM അക്ബർ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ധാരാളം പേർക്ക് ഒരു ആകർഷണീയം ഉണ്ടാകാറുണ്ട്. ഒത്തിരിയും പേര് അത് കേൾക്കാൻ വേണ്ടി പോയി. പക്ഷേ MM അക്ബർ സുവിശേഷമല്ല പറഞ്ഞത്. അദ്ദേഹം ബൈബിളിനെയും ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളെയും വളരെ ബൈബിളിനും ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾക്കും എതിരായി ആരോപണങ്ങളും ആക്രമണങ്ങളും നടത്തിയായിരുന്നു അദ്ദേഹം ചെയ്തത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ബൈബിളാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഉപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട്, അപഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളെല്ലാം നടന്നത്. 2000 പെരുമ്പാവൂരിൽ വെച്ച് ജോൺസൺ സി ഫിലിപ്പ് സാറും അതുപോലെ തന്നെ തിരുവട്ട കൃഷ്ണൻകുടി സാറും അവിടെ ഞങ്ങളൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിന് മറുപടി പറഞ്ഞു. അതിന് മുമ്പ് കോതമംഗലത്താണ് ആദ്യമായി ഒരു മീറ്റിംഗ് നടത്തിയത്. എന്നാൽ കാര്യമായ യോഗം നടന്ന പെരുമ്പാവൂരിൽ വെച്ചാണ്. അതിനുശേഷം ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു സ്റ്റേജിൽ വെച്ച് അക്ബറും ഞാനും ജോൺസൺ സി ഫിലിപ്പ് സാറുമായിട്ട് ഒരു സംവാദം ബൈബിളിൻ്റെ ദൈവീകത എന്ന വിഷയവുമായി നടത്തി. അന്ന് പറഞ്ഞതാണ് ഖുറാന്റെ ദൈവീകത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാനത് പിന്നീട് അങ്ങോട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ ഒത്തിരി യോഗങ്ങൾ നടന്നു. ധാരാളം പേര് ഇവരുടെ ന്യായങ്ങളും വാദങ്ങളും കേട്ടിട്ട് ഒത്തിരി കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വേദപുസ്തകത്തിലെ തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ, ആക്ഷേപങ്ങൾ, ശാസ്ത്രീയ അബദ്ധങ്ങൾ, പ്രവചനാബദ്ധങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ മറുപടി പറയേണ്ടി വന്നു. അല്ലാതെ നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇസ്ലാമിക വിശ്വാസത്തെയോ ക്രൈസ്തവ വിശ്വാസത്തെയോ ഒന്നും നമ്മൾ താരതമ്യം ചെയ്യാനോ പഠിപ്പിക്കാനോ അവരുടെ വിശ്വാസം ഇന്നതാണെന്നോ നമ്മുടെ വിശ്വാസം ഇന്നതാണെന്നോ ഇത്യാദി കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ആക്ഷേപിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തീയ വേദപുസ്തകം വീട്ടിലുണ്ടെങ്കിൽ പോലും നന്നായി വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ഭൂരിപക്ഷം വരുന്ന നമ്മുടെ വിശ്വാസികൾക്കും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രയാസങ്ങളുണ്ടാകുന്നു, സംശയങ്ങളുണ്ടാവാൻ കാരണമാകുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ വിശ്വാസികളെ ഉറപ്പിക്കാൻ, ദൈവവചനത്തിൽ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചതുകൊണ്ട് അതിനുള്ള നടപടികൾ ഞങ്ങൾ പല സ്ഥലത്തും ചെയ്യുവാനിടയായി. അങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഇടയായിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വെച്ച് മീറ്റിംഗ് നടക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവര് ഇന്ന് കേരളത്തിലുടനീളം ധാരാളം മുസ്ലിം സഹോദരന്മാർ വ്യത്യസ്ത രീതികളിൽ, അത് വീഡിയോ, ഓഡിയോ, മാഗസിൻ, അവരുടെ സ്നേഹസംവാദം എന്ന് പറഞ്ഞ മാഗസിൻ, ലഘുലേഖകൾ ആദിയായ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഈ പ്രചരണം അവർ ഇന്നും തുടരുന്നുണ്ട്. ശരിക്കും ബൈബിളിൻ്റെ ആധികാരികതയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഭയങ്കര ലേഖനങ്ങളും അതുപോലെ വീഡിയോ, ഓഡിയോ കാസറ്റുകളും ബൈബിളുമായിട്ട് കാര്യമായ അറിവില്ലാത്ത ആൾക്കാരെ സ്റ്റേജിൽ കയറ്റി അവരുമായി സംവാദം നടത്തുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പാണ്ഡിത്യം അദ്ദേഹം പല സ്റ്റേജുകളും വെളിപ്പെടുത്തുകയും ചെയ്തു. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നതിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പാണ്ഡിത്യം അദ്ദേഹം കളിക്കുകയും ഇങ്ങനെ പല പരിപാടി നടത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് മറുപടി പറയണം. മാത്രമല്ല ഞങ്ങളുടെ ബൈബിളിനെ കുറിച്ച് മാത്രമല്ല തിരിച്ചും പല സംശയങ്ങളും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് നാളുകൾക്ക് മുമ്പ് സംവാദത്തിന് വേണ്ടി വടക്കൻ കേരളത്തിൽ നമ്മുടെ ജോൺസൺ അച്ഛനും അതുപോലെ മറ്റൊത്തിരി സഹോദരന്മാരും ഈ വിഷയത്തിനകത്ത് ഇവരുമായിട്ട് സംവാദ പരിപാടികൾ നടത്തുകയും അങ്ങനെ ആലോചന നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഒരു സംവാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ജോൺസൺ അച്ഛനും അക്ബറും ആയിട്ട് സംവാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അതിൻ്റെ കഴിഞ്ഞ മെയ് മാസം 2008 മെയ് മാസത്തിൽ അതിനുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ്. മെയ് 24-ാം തീയതി
എന്നാൽ അന്ന് അവിടെ വിഷയം വെച്ചിരുന്ന മുഹമ്മദിൻ്റെ ധാർമ്മികതയും യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയും എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു അന്ന് സംസാരത്തിന് വേണ്ടി അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഡിബേറ്റിന് വേണ്ടി വെച്ചിരുന്നത്. എന്നാൽ അത് ആ മീറ്റിംഗ് ആ വിഷയം മാറ്റണം എന്ന് പറഞ്ഞ് അവരാവശ്യപ്പെട്ട് ആ യോഗം നടക്കാതെ പോയി. അതിനുശേഷം വീണ്ടും ഇത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം കഴിഞ്ഞ ഈ വർഷം ഓഗസ്റ്റ് മാസം 22, 23 തീയതികളിൽ 21, 22 തീയതികളിൽ ഒരു വിഷയ സംബന്ധമായിട്ട് വീണ്ടും ഒരു സംവാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. നിങ്ങളൊരു പക്ഷേ ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരു നോട്ടീസ്, ആരാണ് പിന്മാറിയത് എന്ന് പറയുന്ന ഒരു നോട്ടീസ് അവിടെ വിതരണം ചെയ്തിട്ടുണ്ടാവും. അതിന് മറുപടിയായിട്ട് ഉള്ള നോട്ടീസ് ഞങ്ങൾ യോഗം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും, ആരാണ് പിന്മാറിയതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആ സംവാദത്തിനകത്താണ് വിഷയം വെച്ചിരുന്നത് ഖുർആന്റെ വെളിപ്പാട് ദൈവികമാണോ എന്നുള്ള വിഷയമായിട്ടുള്ള സംസാരമായിരുന്നു അന്ന് വെച്ചിരുന്നത്. എന്നാൽ അതും ചർച്ചയ്ക്ക് വേണ്ടി വന്നപ്പോൾ 22-ാം തീയതി നടക്കുന്ന ചർച്ച, 21, 22 നടക്കുന്ന സംവാദത്തിന് വേണ്ടി ഈ ഇതും വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പറ്റിയല്ല, ആ വിഷയം പറ്റിയല്ല എന്നവർ നമ്മളെ അറിയിച്ചപ്പോൾ അതും ഒരു വിഷയമായി. എന്നാൽ 15-ാം തീയതി പറ്റിയെന്ന് പറഞ്ഞ് 17-ാം തീയതി ആയപ്പോൾ അതേ വിഷയം വെച്ച് നടത്താം എന്ന് പറഞ്ഞ് അവർ വീണ്ടും കടന്നു വരികയും ആ ചർച്ച പുരോഗമിക്കുകയും ചെയ്തെങ്കിലും മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് അന്നും ആ ചർച്ച നടക്കാതെ പോയി. അവർ പറഞ്ഞത് ഏറ്റവും അടുത്ത ഒരു ദിവസങ്ങൾ വെക്കാമെന്ന് പറഞ്ഞ് ഏകദേശം വാക്കാൽ പറഞ്ഞതാണ്. വാക്ക് പറഞ്ഞാൽ അതിന് വിലയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു കാര്യം പറഞ്ഞ് വാക്കുറപ്പിച്ച് കഴിഞ്ഞാൽ അത് വാക്കിൽ പറഞ്ഞല്ലേ ഉള്ളൂ, എഴുതി വെച്ചില്ലല്ലോ എന്ന ന്യായങ്ങളാണ് ഇവർ പലപ്പോഴും നമ്മുടെ പേരിൽ ഉന്നയിക്കാറുള്ളത്. നമ്മൾ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, കാരണം വാക്കിന് വിലയുള്ളത് കൊണ്ടാണ്. വാക്കിന് വിലയില്ലെങ്കിൽ വാക്ക് പറഞ്ഞാൽ ഇങ്ങനെ മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറി. അതിനുശേഷം ഒക്ടോബർ മാസം, ഈ കഴിഞ്ഞ മാസം 2, 3 തീയതികളിലാണ് മറ്റൊരു സംവാദത്തിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒപ്പിട്ട് എഗ്രിമെൻ്റ് വരെ ചെയ്തത്. ആ വിഷയവും അന്നും ഈ എഗ്രിമെൻ്റ് നടത്തി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് നമ്മുടെ സഹോദരന്മാർ അവിടെ കോഴിക്കോട് വെച്ച് ചർച്ച നടത്തി. ആ ചർച്ചയിൽ തീരുമാനം എടുക്കാതെ വന്നു. അതിനുശേഷം നീച്ചിൻ്റെ എറണാകുളത്തുള്ള വൈറ്റിലുള്ള ഓഫീസിൽ നമ്മുടെ സഹോദരന്മാർ കടന്നുപോയി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ ഇന്നുവരെ അക്ബറും കൂട്ടരും മുൻപോട്ട് വെക്കാത്ത കുറെ ഡിമാൻഡുകളാണ് നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിന്റെ ദൈവീകത എന്ന വിഷയം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അതുപോലെ പെരുമ്പാവൂര് പല സ്ഥലത്തും പല സംവാദങ്ങളും വെച്ചിട്ടുണ്ട്. ആ സംവാദങ്ങളിലൊന്നും മുൻപോട്ട് വെക്കാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ഡിമാൻഡുകളാണ് അന്ന് അവർ മുമ്പോട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ഖുർആൻ പോലെ തന്നെ ഹദീസുകളും സീറകളും മുഹമ്മദിന്റെ ചരിത്രങ്ങളൊക്കെ അടങ്ങുന്ന പല ഗ്രന്ഥങ്ങൾ, അത് പൊതുവായി ഇസ്ലാം മത സമൂഹം അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളാണ്. ഇതിൽ നിന്നും ആയിരിക്കും നമ്മുടെ സംഭാഷണം എന്ന് പറഞ്ഞ് ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ അവർ മുമ്പോട്ട് വെച്ച ഡിമാൻഡ് 2 ഗ്രന്ഥങ്ങളെ ഞങ്ങൾക്ക് പ്രമാണ ഗ്രന്ഥങ്ങളായിട്ടുള്ളൂ, അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ മുൻപോട്ട് വെച്ചത്. ഹദീസുകളും അതുപോലെ തന്നെ ഖുറാനും, അതും അവർ പറയുന്ന ഹദീസുകൾ. ഖുറാന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു പ്രത്യേക കാലയളവിന് ഉമറിന് മുമ്പുള്ള ഒറ്റ ഖുറാനും അംഗീകരിക്കാൻ പറ്റിയല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതിന് മുമ്പുള്ള ഖുറാനും അതിന് പിൻപുള്ള ഖുറാനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുക. യാതൊരു മാറ്റങ്ങളുമില്ല, അക്ഷരതെറ്റുകളില്ല, അല്ലെങ്കിൽ വ്യത്യസ്തതകളില്ല എന്ന് പറയുന്ന അതേ അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിന്റെ കാരണം എന്താണെന്ന്. ആ ഡിമാൻഡ് മുമ്പോട്ട് വെച്ചപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം ബൈബിളിന്റെ ദൈവികത എന്ന വിഷയവുമായി സംബന്ധിച്ച് സംവാദം നടത്തുമ്പോൾ ഏത് ഭാഷാണ്ട വികട വിമർശന ഗ്രന്ഥങ്ങളും അക്ബർ എടുത്തുകൊണ്ട് വരും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിൽ കസ്റ്റഡിയിലുണ്ട്. അതിന്റെ വീഡിയോ ഓഡിയോ കാസറ്റിൽ വരെ ഉണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികൾ ഒരിക്കലും അംഗീകരിക്കാത്ത മതഗ്രൂപ്പുകളിലെ ബൈബിൾ പോലും അദ്ദേഹം എടുത്തുകൊണ്ട് വരും. ക്രിസ്തീയ പേര് മാത്രം, നാമത്തിൽ മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ദാണ്ട് അവരിങ്ങനെ പറയുന്നു, ദാണ്ട് ഇവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ബൈബിളിനെ വിമർശിക്കുന്ന അക്ബറിനും കൂട്ടർക്കും അവരുടെ പൊതു സമൂഹം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പോലും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല, അതിൽ നിന്ന് പോലും കൊട്ടേഷൻ കോട്ട് ചെയ്യാൻ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ന്യായമാ പറയുന്നത്? അതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു ന്യായമാണ് അന്ന് കൊണ്ടുവന്നത്. അതോടുകൂടി ആ ചർച്ച അത് ഞങ്ങളത് സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞു. കാരണം പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന പുസ്തകങ്ങൾ ഉദ്ധരിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഇവർക്ക് പേടിയാവുന്നു? അപ്പോൾ
അവരുടേതായ തനി നിറം സമൂഹം കാണുമെന്നുള്ള ഭയമല്ലേ അവരതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അതുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ അങ്ങനെയും ആ ചർച്ച. ഇതിനേക്കാൾ വേറെ രസം എന്ന് പറഞ്ഞാൽ, ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ഡേറ്റ് മാറാൻ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ റമസാൻ മാസമാണ്, നൊയമ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്കന്ന് പറ്റിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും തീവ്രമായിട്ടും ആവേശത്തോടും ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു കാര്യത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അവരുടെ നൊയമ്പ് അവർ മറന്നുപോയോ? അവർ മറക്കാൻ സാധ്യതയുണ്ടോ? ബാക്കി ഒന്നും മറക്കാത്തവർ എന്തുകൊണ്ട് അത് മറന്നു? പക്ഷേ രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി ആ പേര് പറഞ്ഞ് അന്നും അവരെ സംവാദത്തിൽ നിന്ന് മാറി. അങ്ങനെ രണ്ടാമത്തെ സംവാദവും നടക്കാതെ പോയി. അതിനാണ് അവരെ പുറത്ത് നോട്ടീസ് വിതരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മറുപടിയായിട്ട് നോട്ടീസ് നമ്മുടെ സഹോദരന്മാർ ഇവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പെരുമ്പാവൂരിൽ അന്ന് സംവാദം നടത്തിയ സമയത്ത് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും രണ്ടുമാണ് ഞങ്ങളന്ന് പറഞ്ഞിരുന്നത്. ആദ്യം ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയം നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ എം അക്ബർ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം ഖുറാൻ സംബന്ധമായ ഒരു ചോദ്യം ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് ബൈബിളിന്റെ ദൈവികത സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്, ഖുറാന്റെ ദൈവികത സംബന്ധിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റേജ് ഇനിയും വെക്കാം, അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സംസാരിക്കാം. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ എറണാകുളത്തെ 2 സഹോദരങ്ങളോട് ഇവരുടെ നീച്ചിന്റെ ഓഫീസിൽ വൈറ്റിലേക്ക് ചെന്നു. വൈറ്റിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് എന്നെ വിളിച്ചത് ഇവരുടെ നിലമ്പൂരുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ആളും കൂടെ അന്ന് അവിടെ വന്നിരുന്നത്. എന്നെ വിളിച്ചത് ഒപ്പിടാനെന്നാ പറഞ്ഞത്, എഗ്രിമെന്റ് ഒപ്പിടാൻ. ഞാൻ അതിനുവേണ്ടി വണ്ടിയൊക്കെ പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ പ്ലേറ്റ് തിരിച്ചിട്ടു. അവർക്ക് വേറെ കുറെ ന്യായങ്ങൾ പറഞ്ഞു. അവിടെ അന്ന് പറഞ്ഞ ന്യായങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഗ്രിമെന്റ് ഒപ്പിടാൻ വേണ്ടി വന്നതാണ്, അത് പറ്റുമെങ്കിൽ ഇപ്പം നടക്കണം. അല്ല, അത് പറ്റിയല്ല, നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മുടെ എന്താ കാര്യങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിളിന്റെ വിഷയം സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി സംവാദം നടത്തണം. ബൈബിൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി സംവാദം നടത്തണം. ഞാൻ പറഞ്ഞു, ബൈബിൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് തന്നാണല്ലോ നമ്മളിവിടെ സംവാദം നടത്തിയത്, അതുകൊണ്ട് ഇനിയും അതിന്റെ ആവശ്യമില്ലല്ലോ. ഖുറാന്റെ ദൈവികത, കാരണം ബൈബിൾ ദൈവനിശ്വാസീയമാണ്. ബൈബിൾ ദൈവനിശ്വാസീയമാണെന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവർക്ക് ആർക്ക് യാതൊരു സംശയവും ഇല്ല. ഒരാമയും പറഞ്ഞാൽ ദൈവവിശ്വാസീയമായ ദൈവത്താൽ നൽകപ്പെട്ട വചനമാണെന്നും അതിനകത്ത് കലർപ്പുകളോ കൈകടത്തലുകളോ ഇന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവശക്തിയുള്ള ദൈവത്തിന്റെ വചനമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കും ഇല്ല. പിന്നെ സംശയമുള്ളതാർക്കാ? ഞങ്ങൾക്ക് ഖുറാനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഖുറാന്റെ ദൈവികത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടായാലും അവർ സമ്മതിക്കുകയല്ല, ബൈബിളിന്റെ കൂടെ വെക്കണം. ഞാൻ പറഞ്ഞു, അതെന്ത് ന്യായമാണ്? ബൈബിളിനെ വെച്ച് സംസാരിച്ചു കഴിഞ്ഞു, ഇനിയും നമുക്ക് ആവശ്യം ബൈബിളിന്റെ അല്ല ഖുറാന്റെയാണ്. അത് പറ്റിയല്ല, ഖുറാന്റെയും കൂടെ വെക്കണം. ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താണ്? അതങ്ങനെ പറ്റൂ. ഞാൻ പറഞ്ഞ അതൊരു ഇരട്ടത്താപ്പാണ്, അതൊരു മര്യാദയല്ലാത്ത കാര്യമാണ്. അപ്പോൾ പെരുമ്പാവൂർ വെച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ചോദ്യം ചോദിച്ചെന്താണെന്നറിയാമോ? എഴുതിയായിരുന്നോ 8 വർഷങ്ങൾക്ക് മുമ്പ് എഗ്രിമെന്റ് ചെയ്തതിനകത്ത് എഴുതിയായിരുന്നോ? ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല, അന്നത്തെ എഗ്രിമെന്റ് ഒന്നും എൻ്റെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല, അത് പെരുമ്പാവൂരുകാരല്ലേ. ഞാൻ പറഞ്ഞു, പെരുമ്പാവൂരിലെ നീച്ചുകാർക്കും എറണാകുളത്തെ നീച്ചുകാർക്കും കോഴിക്കോടെ നീച്ചുകാർക്കും പല വർത്താനമാണോ പറയാനുള്ളത്? വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഞാൻ അന്നും ഇന്നും പറയുന്നു, ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ തയ്യാറുണ്ടോ? അവരന്ന് നടന്നില്ല, ഈ ബൈബിളിനെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. പറഞ്ഞു, ഒന്ന് ബൈബിളിനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് ഇനിയും ഖുറാന്റെ ദൈവികത എന്ന വിഷയം മാത്രം മതി എന്ന് ഞാനും അല്പം വാശി പിടിച്ചതുകൊണ്ട് ആ സംവാദം നടക്കാതെ പോയി. ഇനിയും മറുവശത്ത് ഇന്ന് ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ബൈബിളിന്റെയും കൂടെ വെച്ചാലും ഒരു സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. ബൈബിളിന്റെയും ഖുറാന്റെയും വെച്ചുകൊണ്ട് ഇങ്ങനെ പല പ്രാവശ്യവും നടത്തിയ ചർച്ചകൾ മനഃപൂർവ്വം ഉഴപ്പിക്കളഞ്ഞ് എന്തെങ്കിലും ന്യായമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഉഴപ്പി രക്ഷപ്പെട്ടിട്ട് ഇന്ന് അവർ നോട്ടീസ് വിതരണം ചെയ്യുമ്പോൾ അതിന്റെ ആത്മാർത്ഥത എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുത്തുവെച്ചാൽ മതി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു യോഗത്തിന്റെ ആവശ്യം നമുക്ക് വേണ്ടി വന്നു. എങ്ങനെ? ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളെ അടച്ചാക്ഷേപിച്ച് മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായി ആൾക്കാർ വിചാരിക്കുന്നത് ഈ മുസ്ലിം പ്രചരണങ്ങൾ കൊണ്ടും അവരുടെ പല പരിപാടികൾ കൊണ്ടും പൊതുവിലുള്ള ആൾക്കാർ വിചാരിക്കുന്ന അതിനകത്തുള്ള അതേ വിശ്വാസമാണ് നമ്മുടെതെന്നും, അല്ലെങ്കിൽ ഖുറാനിലെ അള്ളാഹു തന്നെയാണ് ബൈബിളിലെ ദൈവമെന്നും അത് യഹോവ എന്നും ഒക്കെ ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അത് 100% ശരിയല്ല. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അത് അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. ഇവർ ഉന്നയിക്കുന്ന, അക്ബറും കൂട്ടരും ഉന്നയിക്കുന്ന ഒരാരോപണങ്ങളും പുതുമയുള്ളതല്ല. ഇതെല്ലാം പഴഞ്ചൻ കാര്യങ്ങളും ചവച്ചു തുപ്പിക്കളഞ്ഞ കാര്യങ്ങളുമാണ്. കരിമ്പിൻ ചണ്ടി പോലെ പുറത്ത് കളയേണ്ട ആരോപണങ്ങളാണ് അക്ബർ എന്നും അന്നും ഇന്നും ഒക്കെ ഉന്നയിക്കുന്നത്.
അല്ലാതെ പുതുമയുള്ളതൊന്നും അല്ല. ഇതൊക്കെ നേരത്തെ ഉന്നയിക്കപ്പെടുകയും അതിനുള്ള മറുപടികൾ നമ്മുടെ സമൂഹം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അക്ബറിന്റെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, അക്ബറിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാണ്ട് പുതുമയുള്ള കാര്യമാണ്, ബൈബിളിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി എന്നൊക്കെ പറഞ്ഞാണ് ഇവര് ഇച്ചിരി ആവേശത്തോടെ. അതിനകത്ത് ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. വിശ്വാസികൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഉത്തരം ശരിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ബൈബിളിലെ അവിടുന്ന് ഇവിടുന്ന് 2-3 വാക്യങ്ങൾ എടുത്തിട്ട് ഒരു കറക്ക് വിദ്യ കാണിക്കുമ്പോൾ നമ്മൾ ദൈവവചനമായതുകൊണ്ട് ഈ കറക്ക് വിദ്യയ്ക്ക് പോവാത്തതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു, അതിന്റെ അനുഗ്രഹം നമുക്കിട്ടുണ്ട് താനും. പ്രൈസ് ദി ലോർഡ്. അതേ സമയത്ത് ഇവർ അവിടുന്ന് ഇവിടുന്ന് 2 വാക്യങ്ങൾ എടുത്തിട്ട് അതാണ് ബൈബിൾ ഇങ്ങനെ നടക്കുന്നു, ബൈബിൾ അങ്ങനെ നടക്കുന്നു, അവിടെ അങ്ങനല്ലേ ഇവിടെ അങ്ങനല്ലേ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവർ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം, ഞാനത് പറയുന്നത്, ബൈബിളിനെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര ഉത്തരം പറഞ്ഞാലും ഇവരൊരിക്കലും അംഗീകരിക്കുകയില്ല. അതിന് കാരണം, ഇപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതേപോലൊരു സ്റ്റേജിൽ വീണ്ടും അതേ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കും. ഏറ്റവും പ്രസിദ്ധമായൊരു ചോദ്യം പറയാം. അക്ബർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, യേശുക്രിസ്തുവിന്റെ ദൈവികത. അതുകൂടാതെ ഞങ്ങളുടെ സംവാദത്തിന്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഹെഡിങ് മദ്യം വിളമ്പുന്ന യേശു എന്നാണ്. മദ്യം വിളമ്പുന്ന യേശു എന്നാണ്. യേശു മദ്യം വിളമ്പിയോ? യേശു മദ്യം വിളമ്പിയ എന്ന് പറഞ്ഞാൽ വീഞ്ഞും മദ്യവും ആനയും ആടിനെയും തമ്മിൽ തിരിച്ചറിയത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം മദ്യമാണെന്ന് പറയാൻ പോയാൽ എന്ത് ചെയ്യും? ഒരുത്തനെ തന്നെ നിറച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയുന്നത് മതി. മദ്യം പ്രതീക്ഷിച്ചിരിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറയുന്നതല്ല മദ്യമാണെന്ന് തോന്നും. അതിനപ്പുറത്ത് എനിക്ക് അതിനകത്ത് മറുപടിയില്ല. പക്ഷേ വേദപുസ്തകം പറഞ്ഞത് യേശു മദ്യം കൊടുത്തെന്നല്ല, വീഞ്ഞു കൊടുത്തെന്നാണ്. അതിന് നമ്മൾ ബൈബിളിന്റെ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഉത്തരം പറഞ്ഞാൽ അത് അവസാനിക്കണം അതോടെ. പക്ഷേ അവസാനിക്കുകയല്ല. അടുത്തിറക്കുന്ന പുസ്തകത്തിലും അക്ബറിന്റെ 1ാമത്തെ ചോദ്യം യേശുക്രിസ്തു മദ്യം വിളമ്പില്ലേ എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ധാരാളം നമ്പറുകൾ അക്ബറിന്റെയും കയ്യിലും കൂടുതലുണ്ട്. അതുകൊണ്ട് അതുപോലെ 1-2 കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറഞ്ഞേക്കാം, ഒരു പൊതുവായ മറുപടി. കാരണം അങ്ങനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞാൻ എടുക്കുന്ന സമയം. വിശാലമായ വിവരണങ്ങൾ ഇവർ നിങ്ങൾക്ക് നൽകും. ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ ആവർത്തിച്ച് പറയുന്നു, എല്ലാ വിഷയത്തെക്കുറിച്ചും നമുക്ക് ആധികാരിക മറുപടി വിശദമായി കൊടുക്കാൻ വേണ്ടിയുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കൺസൈസ് ആയിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്തു വെക്കുക. കാര്യം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ടല്ലോ, അരി വെന്തോന്ന് അറിയണമെങ്കിൽ എല്ലാം ഞെക്കി നോക്കണം. നിങ്ങളൊന്ന് പറഞ്ഞാൽ അരി വെന്തോന്ന് അറിയണമെങ്കിൽ അമ്മച്ചിമാരോട് ചോദിച്ചാൽ മതി. അരിക്കകത്ത് കലത്തിനകത്ത് കയറ്റി എല്ലാം കൂടെ ഞെക്കി പിടിച്ച് നോക്കണ്ട. 2-3 എടുത്ത് 2 ഞെക്കി വെക്കുമ്പോൾ അറിയാം അരി വെന്തോ ഇല്ലയോ എന്ന്. ഇതുപോലെ തന്നെ 2-3 എണ്ണ എടുത്ത് ഞെക്കി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ബാക്കി എങ്ങനെയാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന്. അത്രയും പറഞ്ഞ് ഞാൻ മാറുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവരുടെ ചോദ്യങ്ങളുടെ രീതികളും മനസ്സിലാക്കാൻ പറ്റും. 1ാമത്തെ കാര്യം, ബൈബിൾ അശാസ്ത്രീയമാണ്. 24 ചോദ്യങ്ങൾ, 24-25 ചോദ്യങ്ങൾ എഴുതി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ ബായിനകത്ത് ഈ പറയപ്പെടുന്ന സാധനങ്ങൾ മുഴുവൻ ഇരിപ്പുണ്ട്. ബൈബിൾ അശാസ്ത്രീയമാണ്. അതിനൊത്തിരി കാര്യങ്ങൾ വാസ്തവത്തിൽ കോമൺ സെൻസ് ഉള്ളവര് ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. ഭയങ്കര കണ്ടുപിടുത്തം എന്ന പോലെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കും. വായിക്കുമ്പോൾ തന്നെ നമുക്ക് സഹതാപം തോന്നും. കാരണം ശാസ്ത്രീയത, അത് നിങ്ങൾ ഓർത്തണം. ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളുണ്ട്, തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുണ്ട്. അതെന്നും അനുമാനങ്ങളായിട്ട് കിടക്കുക. തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യവും ബൈബിളിന് എതിരായിട്ട് ഇന്നുവരെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തം, ഉദാഹരണം പരിണാമം, തെളിയിക്കപ്പെട്ടതല്ല. തെളിയിക്കപ്പെടാത്ത പരിണാമ സിദ്ധാന്തം ബൈബിളുമായിട്ട് യോജിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്തിനാ ഉത്തരം പറയുന്നത്? ഏതെങ്കിലും കാലത്ത് ശാസ്ത്രം അത് അന്യൂന്യമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ബൈബിളുമായിട്ട് കൂട്ടിമുട്ടിക്കുമ്പോൾ അവിടെ തെറ്റുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉത്തരം പറഞ്ഞാൽ മതി. അല്ലാത്തിടത്തോളം കാലം അനുമാനങ്ങൾക്കും ഊഹാഭോഗങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാൻ പോയാൽ നമ്മളല്ലേ വിഡ്ഢികളായി തീരുന്നത്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. കാരണം അക്ബർ തന്നെ എഴുതി തന്നിരിക്കുന്ന ചോദ്യങ്ങളിനകത്ത് തന്നെ 2 വാചകങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അങ്ങനെ എന്നാണല്ലോ ശാസ്ത്ര നിഗമനം. നിങ്ങൾ ആ വാക്ക് മനസ്സിലാക്കി. ശാസ്ത്ര നിഗമനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശാസ്ത്രീയ സത്യമൊന്നല്ല, നിഗമനമാണ് എന്ന് അനുമാനിക്കുന്നു. അനുമാനം അങ്ങനെ യാഥാർത്ഥ്യമാവുന്നേ. അപ്പോൾ അനുമാനങ്ങളും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളും കൂട്ടിമുട്ടിച്ചിട്ട് ഇങ്ങനെയാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാ ഉത്തരം അവരോട് പറയണ്ടേ? ഇതുപോലുള്ള കുറെ ചോദ്യങ്ങളാണ് എഴുതി തന്നിരിക്കുന്നത്. വായിക്കണം നിങ്ങൾ, നല്ല രസമുള്ള ഒത്തിരി ചോദ്യങ്ങൾ. ബൈബിൾ അശാസ്ത്രീയമാണ്. ഞാൻ പെരുമ്പാവൂരിൽ യോഗം നടന്നപ്പോൾ ബൈബിളിലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വിഷയത്തിന് അക്ബർ നമുക്കിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ബൈബിൾ അശാസ്ത്രീയമാണെന്ന് പറയാൻ. അത് രസകരമായ ഒരു ചോദ്യമാണ്. 105 സങ്കീർത്തനത്തിനകത്ത് 4-ാം വാക്യം എടുത്തുകൊണ്ട് അദ്ദേഹം
ഭൂമി ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ബൈബിൾ എന്താ പറയുന്നത്? ഇളകിപ്പോകാതെ വണ്ണം ഉറപ്പിച്ചിരിക്കുന്നു. ശാസ്ത്രം എന്താ പറയുന്നത്? ഭൂമി കറങ്ങുന്നു. അശാസ്ത്രീയം. എന്തായാലും മറുപടി പറയുക. അതിന്റെ അർത്ഥം ഭൂമി കറങ്ങാതെ വണ്ണം ഉറപ്പിച്ചിരിക്കുന്നതാണോ? ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ അങ്ങനെ? ഞാൻ അവിടെ പറഞ്ഞ ഉത്തരം ഇവിടെയും പറയാം. ഈ ഫാൻ ഇളകിപ്പോകാതെ വണ്ണം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കറങ്ങാതെ വണ്ണം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്താരെങ്കിലും ബോധമുള്ളവർ പറയുമോ? പറയല. അതിന്റെ അർത്ഥം അത് ഊരി താഴെ വീഴാതിരിക്കത്തക്കവണ്ണം അതിന്റെ ഇലക്ട്രീഷ്യൻ ഉറപ്പിച്ചിരിക്കുന്ന. അപ്പൊ ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. വിഡ്ഢി ചോദ്യങ്ങൾ എന്ന് വേണേൽ പറയാം. ആ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി എഴുതി പുറത്തു വെച്ചിട്ടുണ്ട് പുസ്തകമായിട്ട് എല്ലാത്തിനും. അപ്പോൾ പറഞ്ഞു വന്ന് അപ്പൊ ആ ശാസ്ത്രീയത നമുക്ക് അങ്ങ് വിടാം. നിങ്ങളുടെ അടുത്ത് ശാസ്ത്രീയമായിട്ട് വരുമ്പോൾ തെളിയിക്കപ്പെട്ടതാണെന്ന് കൊണ്ടുവന്നാൽ ബാക്കി ഞങ്ങൾ ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ മതി. അനുമാനങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയണ്ട. അത്തരം പറഞ്ഞ് ഞാൻ കാര്യം ഇതിനൊക്കെ മറുപടി എല്ലാത്തിനും ഉണ്ട്. 22 എണ്ണത്തിന് മറുപടി നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ അജ്ഞത മറ്റൊരുവന്റെ കുറവാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ കുറവാണ് സമ്മതിക്കുന്നതാണ് മാന്യത. നമുക്കെല്ലാം അറിയത്തില്ല. ലോകത്ത് എന്തെങ്കിലും അറിവുണ്ട്. നമ്മൾ ഇന്നലെ അറിഞ്ഞു, നാളെ അറിഞ്ഞു, വേറെ പുതിയ അറിവ് വരിക. ആ അറിവ് വരുമ്പോൾ പഴയത് ചിലപ്പം പഴഞ്ചനായി പോകും. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് പുത്തനെടുക്കണം. അല്ലാതെ 10-200 വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകത്തിൽ കിടക്കുന്ന എടുത്തോണ്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് പറഞ്ഞ ആളെ കുറിച്ച് നമുക്ക് സഹതാപം തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഭാഗം വിടുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈബിളിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ടെന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഇവിടെ ഇങ്ങനെ പറയുന്നു. അവിടെ 2 ആളെന്ന് പറയുന്നു, ഇവിടെ 3 ആളെന്ന് പറയുന്നു. അവിടെ 1 ആളെന്ന് പറയുന്നു, ഇവിടെ 2 ആളെന്ന് പറയുന്നു. അവിടെ 4000 എന്ന് പറയുന്നു, ഇവിടെ 40,000 എന്ന് പറയുന്നു. ഒരു 0 പോയി. അതാ വലിയ വിഷയം. സഹോദരങ്ങളെ, ഒരു 0 അല്ല 9 0 പോയെന്ന് പറഞ്ഞാലും ബൈബിളിന്റെ കാതൽ സന്ദേശത്തിന് അതൊരു കേട് വരുത്തുന്നില്ല. ശലോമോന്റെ 4000 കാലാളിന്റെ എണ്ണമോ ശലോമോന്റെ കുതിരാലയങ്ങളുടെ എണ്ണമൊന്നും നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. വേദപുസ്തകം ആധികാരിക സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണ്? ബൈബിൾ പറയുന്നു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ആ മനുഷ്യൻ പാപത്തിൽ വീണു, ആ മനുഷ്യന് പാപത്തിനൊരു പരിഹാരം ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയെടുത്തു. പഴയ നിയമം പ്രവർത്തികളാൽ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള പാഠം മനുഷ്യനെ പഠിപ്പിച്ചപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം. ആ സന്ദേശം ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ഇനി ഇതുപോലെ 100 ആരോപണങ്ങൾ കൊണ്ടുവന്നാലും ഈ വിഷയവുമായിട്ട് ഇതിനെ ബന്ധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവീക ഗ്രന്ഥമല്ലേ, ദൈവത്തിന് നിശ്വാസ്യമല്ലേ, അതിനകത്ത് എങ്ങനെ ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും? അബദ്ധം പറ്റും. കാരണം എന്താ? ഇതിനെ ഒറിജിനൽ എഴുതിയ വ്യക്തിക്കാണ് ദൈവനിശ്വാസ്യത, പകർത്തി എഴുതിയ വ്യക്തിക്കല്ല. പകർത്തി എഴുതിയപ്പോൾ 4 പൂജ്യം ഇടാൻ്റെ സമയത്ത് പുള്ളി ഇട്ടുകൊടൽ 1 പൂജ്യം അങ്ങ് വിട്ടുപോയി. അതിന്റെ അർത്ഥം പുള്ളി കള്ളം കാണിച്ചു, കൈയടത്തിയെന്നല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ സ്കൂളിൽ ടീച്ചർ നോട്ട് പറഞ്ഞു വരുമ്പോൾ എഴുതിക്കൊണ്ട് എത്ര പൂജ്യം പോകാറുണ്ട്? അതിന്റെ അർത്ഥം നോട്ട് മൊത്തം തെറ്റാണെന്നാണോ? അയാൾ പഠിപ്പിച്ച തെറ്റാണെന്നാണോ? കെമിസ്ട്രിയെ ഇനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്നാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുക. അപ്പോൾ ബൈബിളിന്റെ ആധികാരിക വിഷയം. ഇനി മാത്രമല്ല, ഈ വൈരുദ്ധ്യങ്ങൾക്ക് ഉത്തരവുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് സുവിശേഷങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു എന്നൊരു ചോദ്യമുണ്ട്. മത്തായി ഇങ്ങനെ എഴുതി, യോഹന്നാൻ ഇങ്ങനെ എഴുതി, മർക്കോസ് ഇങ്ങനെ എഴുതി, ലൂക്കോസ് ഇങ്ങനെ എഴുതി. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം 4 പേർ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ എഴുതാൻ സാധ്യത ഉള്ളത്? പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ എഴുതും? അവർ മീറ്റിംഗ് നടന്നു, ഒരു ഫോട്ടോ എടുക്കും, 2-3 വരികളും വെച്ചിട്ട് മീറ്റിംഗ് നടന്നു, ഇത്ര പ്രസംഗിച്ചു, ഇന്നായിരുന്നു വിഷയം, തീർന്നു. അതേ സമയത്ത് സാക്ഷിയുടെ ഒരാളോട് റിപ്പോർട്ട് എഴുതി വെക്കാൻ പറഞ്ഞാൽ പുള്ളി കാര്യമായിട്ട് എഴുതും. അത് ചിലപ്പോൾ 2 പേജ് കടന്നു പോകും. പത്രക്കാരൻ അങ്ങനെ എഴുതാറില്ല. അതേ സമയത്ത് ഞാൻ എൻ്റെ ഗ്രൂപ്പിനകത്ത് എഴുതിയാൽ ഞാൻ വളരെ ചുരുക്കമായിട്ട് എഴുതുള്ളൂ. ഈ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, അത് കൈകടത്തലല്ല, അത് ചതിയല്ല, അത് വൈരുദ്ധ്യങ്ങളല്ല. പിന്നെന്താണ്? 3 വീക്ഷണങ്ങൾ. 3 പേര് വീക്ഷിച്ചപ്പോൾ 3 കോണുകളിൽ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായത്. അത് മാത്രമല്ല, ഒരാൾ വിട്ടുപോയത് മറ്റയാൾ എഴുതിയിട്ടുമുണ്ട്. ഒരാൾ കർത്താവിന്റെ പ്രഭാഷണം വിട്ടുപോയെങ്കിൽ മറ്റയാൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറെ കൂടെ ആത്മാർത്ഥതയാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അതിനകത്ത് മാനുഷിക കൈകൾ കടത്തുക അന്നുള്ളതല്ല. ഇനി ഖുർആൻ വായിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെന്ന് പല ആയത്തുകളിലൂടെ അവർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ബൈബിളിലെ പ്രവചന തെറ്റുകൾ എന്ന് പറഞ്ഞ് ബൈബിളിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളില്ല. ബൈബിളിനകത്ത് പ്രവചനങ്ങൾ പലതും നിറവേറിയില്ല. ആദിയായുള്ള കുറെ പൊതുവായ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാറുണ്ട്. അതിന് ഇത്രയുള്ള കാരണം, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനം ഉണ്ടെന്ന് ബൈബിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ബൈബിൾ തന്നെ പറയുന്നു, യേശുവിനെ കുറിച്ച് കർത്താവിനെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അക്ബറോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളോ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനകത്ത് യേശുവിനെ കുറിച്ച് പ്രവചനം ഉണ്ടെന്ന് അതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ പല പ്രവചനങ്ങളും പല രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനം നടക്കാതെ പോകാൻ കാരണം നിലവെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ പിന്നെ അവരുടെ മേൽ വരുന്ന അനർത്ഥം വരുത്തുന്നില്ല.
അങ്ങനെ പല പ്രവചനവും നിവർത്തിക്കാതെ പോയിട്ടുണ്ട്. നിവർത്തിച്ച എല്ലാ പ്രവചനങ്ങളും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. കാരണം ബൈബിൾ പ്രവചന നിവൃത്തികൾ രേഖപ്പെടുത്താനുള്ള പുസ്തകം ആയിരുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ആൾക്കാർ വരുമ്പോൾ ഈ ചോദ്യങ്ങളോ ഈ ആരോപണം കേട്ട് ആരും പേടിക്കുകയും ഭയപ്പെടുകയോ ഒന്നും വേണ്ട. ഇതിനെല്ലാം വളരെ വ്യക്തമായ മറുപടികൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. തുടർന്ന് ഈ വിഷയത്തെ ആധികാരികമായിക്കൊണ്ട് 2 കർത്താവിന്റെ ദാസന്മാർ വളരെ ആധികാരികോട് സംസാരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. അതോടൊപ്പം തന്നെ 2000 മുതൽ മനസ്സിൽ കൊണ്ടുകിടന്ന ഒരു കാര്യത്തിന്റെ സാക്ഷാത്കാരം കൂടെ എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ ദിവസം നടന്നു. കാരണം എം.എം. അക്ബർ എഴുതി തന്ന ഒത്തിരി ചോദ്യങ്ങൾ, ശാസ്ത്രീയം, പ്രവചനം, അതുപോലെ വൈരുദ്ധ്യങ്ങൾ, കൈകടത്തലുകൾ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളും ഒക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു മറുപടി പറയാൻ. അതിനെ സംബന്ധിച്ചൊരു പുസ്തകം ദൈവകൃപയാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ എഴുതി ഉണ്ടാക്കാൻ ദൈവം സഹായിച്ചു. അതിവിടെ പുറത്ത് വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളും ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾ എല്ലാത്തിനും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മാക്സിമം കവർ ചെയ്യാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. അപ്പോൾ തന്നെ തിരിച്ച് നമുക്ക് അങ്ങോട്ട് കുറെ ചോദ്യങ്ങളോട് ചോദിക്കാൻ വേണ്ടിയുണ്ട്. ബൈബിളിന്റെ ദൈവത്തെക്കുറിച്ചല്ല, ഖുറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നമുക്കറിയാം. ബൈബിളിന്റെ വെളിച്ചത്തിൽ ഞാൻ ആ ഒരു വാക്കൂടെ പറഞ്ഞേക്കാം. ഇവിടെ അക്ബർ സംസാരിച്ച എല്ലാ സ്റ്റേജുകളിലും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വാചകം ഖുറാന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നാണ്. ഖുറാന്റെ വെളിച്ചത്തിൽ ബൈബിളിനെ നോക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ എല്ലാം പച്ചയായിട്ട് പുള്ളിക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങളോ ആ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഖുറാന് 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തീർന്ന, അല്ലെങ്കിൽ ഖുറാൻ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തുടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചർച്ച തുടരുന്നത്, അല്ലെങ്കിൽ ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് ആ ലെവലിലായിരിക്കും നമ്മളെ കാര്യങ്ങൾ പറയുന്നതും അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയും ചെയ്യുന്നത്.